JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ രൂപത്തിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ടാണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടന ഏത്? കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടന ഏതാണ്? മിൽമയാണ് അല്ലേ? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരളത്തിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടനയാണ് മിൽമ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത്, ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ത്? ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും പാൽ വിപണനം കാര്യക്ഷമമാക്കുകയും ചെയ്യുക. ക്ഷീര കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും പാൽ വിപണനം കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നാണ് ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം. അടുത്ത ചോദ്യം, ക്ഷീര സഹകരണ സംഘങ്ങൾ ഗ്രാമീണ തൊഴിലവസരം എങ്ങനെ സൃഷ്ടിക്കുന്നു? ക്ഷീര സഹകരണ സംഘങ്ങൾ ഗ്രാമീണ തൊഴിലവസരം എങ്ങനെ സൃഷ്ടിക്കുന്നു? പാൽ ശേഖരണം, ഗതാഗതം, പ്രോസസ്സിംഗ്, വിതരണ മേഖലകളിൽ ജോലി നൽകുന്നു. അപ്പോൾ ക്ഷീര സഹകരണ സംഘങ്ങളെ ഗ്രാമീണ തൊഴിലവസരം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? പാൽ ശേഖരണം, ഗതാഗതം, പ്രോസസ്സിംഗ്, വിതരണ മേഖലകളിൽ ജോലി നൽകുന്നു. കേരളത്തിലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനം ഏത്? കേരളത്തിലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനം ഏത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB ആണ് കേരളത്തിലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനം. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി എന്തിനാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി എന്തിനാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ വൈറ്റ് റെവല്യൂഷൻ, പാൽ വിപ്ലവം. ഇന്ത്യയിലെ വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ പാൽ വിപ്ലവം. അടുത്ത ചോദ്യം, ക്ഷീര സഹകരണ സംഘങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ എന്ത് പങ്ക് വഹിക്കുന്നു? ക്ഷീര സഹകരണ സംഘങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ എന്ത് പങ്ക് വഹിക്കുന്നു? വനിതാ ക്ഷീര സംഘങ്ങളിലൂടെ വരുമാന വർധനവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുന്നു. വനിതാ ക്ഷീര സംഘങ്ങളിലൂടെ വരുമാന വർധനവും അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുന്നു. അടുത്ത ചോദ്യം, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര മേഖലയ്ക്കുള്ള പ്രധാന ഗുണം എന്ത്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര മേഖലയ്ക്കുള്ള പ്രധാന ഗുണം എന്ത്? കൃഷിയോടൊപ്പം സ്ഥിരമായ ദൈനംദിന വരുമാനം. അതാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ക്ഷീരമേഖലയ്ക്കുള്ള പ്രധാന ഗുണം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലെ ക്ഷീരമേഖലയ്ക്കുള്ള പ്രധാന ഗുണം എന്താണ്? കൃഷിയോടൊപ്പം സ്ഥിരമായ ദൈനംദിന വരുമാനം. അടുത്ത ചോദ്യം, മിൽമയുടെ പ്രധാന പ്രവർത്തനം എന്ത്? മിൽമയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? പാൽ ശേഖരണം, സംസ്കരണം, വിപണനം. പാൽ ശേഖരണം, സംസ്കരണം, വിപണനം എന്നിവയാണ് മിൽമയുടെ പ്രധാന പ്രവർത്തനം. ക്ഷീര സഹകരണ മാതൃകയുടെ പ്രചോദനം ലഭിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ക്ഷീര സഹകരണ മാതൃകയുടെ പ്രചോദനം ലഭിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഗുജറാത്ത്. ആനന്ദ് മാതൃകയാണ്. ഗുജറാത്തിലെ ആനന്ദ് മാതൃകയിൽ നിന്നാണ് പ്രചോദനം ലഭിച്ചത്. ഫസ്റ്റ് എയ്ഡ് എന്നത് എന്ത്? ഫസ്റ്റ് എയ്ഡ് എന്നത് എന്താണ്? അപകടമോ അസുഖമോ സംഭവിച്ച ഉടനെ നൽകുന്ന പ്രാഥമിക ശുശ്രൂഷ. അതാണല്ലേ ഫസ്റ്റ് എയ്ഡ് എന്നത്. എന്നതാണ് ഫസ്റ്റ് എയ്ഡ് എന്നത്? അപകടമോ അസുഖമോ സംഭവിച്ച ഉടനെ നൽകുന്ന പ്രാഥമിക ശുശ്രൂഷ. CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? കാർഡിയോ പൾമനറി റെസ്യൂസിയേഷൻ. കാർഡിയോ പൾമനറി റെസ്യൂസിയേഷൻ. അടുത്ത ചോദ്യം, CPR നൽകേണ്ട സാഹചര്യം ഏത്? CPR നൽകേണ്ട സാഹചര്യം ഏത്? ശ്വാസവും ഹൃദയമിടിപ്പും നിർത്തിയാൽ. ശ്വാസവും ഹൃദയമിടിപ്പും നിർത്തിയാലാണ് CPR നൽകേണ്ട സാഹചര്യം. ബേൺസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത്? ബേൺസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തണുത്ത വെള്ളത്തിൽ ആ പ്രസ്തുത ഭാഗം കഴുകുക. ഐസ് നേരിട്ട് ഉപയോഗിക്കരുത്. ബേൺസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് തണുത്ത വെള്ളത്തിൽ ഭാഗം കഴുകുക, ഐസ് നേരിട്ട് ഉപയോഗിക്കരുത്. ഫ്രാക്ചർ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഭാഗം അചലമായി വയ്ക്കുക. ഭാഗം
അചലമായി വയ്ക്കുക. ഫ്രാക്ചർ ഉണ്ടായാൽ ഭാഗം അചലമായി വയ്ക്കുക. സിവിയർ ബ്ലീഡിംഗ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? സിവിയർ ബ്ലീഡിംഗ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? ശുദ്ധമായ തുണി കൊണ്ട് അമർത്തി രക്തസ്രാവം നിയന്ത്രിക്കുക. ശുദ്ധമായ തുണി കൊണ്ട് അമർത്തി രക്തസ്രാവം നിയന്ത്രിക്കുക. സ്നേക്ക് ബിറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യരുത്? സ്നേക്ക് ബിറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യരുത്? മുറിവ് മുറിക്കരുത്, വിഷം ചൂഷണം ചെയ്യരുത്. മുറിവ് മുറിക്കരുത്, വിഷം ചൂഷണം ചെയ്യരുത്. അൺകോൺഷ്യസ് വ്യക്തിയെ ഏത് നിലയിൽ കിടത്തണം? അൺകോൺഷ്യസ് വ്യക്തി ഏത് നിലയിൽ കിടത്തണം? റിക്കവറി പൊസിഷനിൽ കിടത്തണം. ചോക്കിംഗ് ഉണ്ടായാൽ ഏത് പ്രക്രിയ ഉപയോഗിക്കാം? ചോക്കിംഗ് ഉണ്ടായാൽ ഏത് പ്രക്രിയ ഉപയോഗിക്കാം? ഹെമിലിച്ച് മാന്യൂവർ ഉപയോഗിക്കാം അല്ലെ? ചോക്കിംഗ് ഉണ്ടായാൽ ഏത് പ്രക്രിയ ഉപയോഗിക്കാം? ഹെമിലിച്ച് മാന്യൂവർ ഉപയോഗിക്കാം. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കൾ ഏതൊക്കെ? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കൾ ഏതൊക്കെയാണ്? ബാൻഡേജ്, ഗോസ്, ആന്റിസെപ്റ്റിക്, കത്തി, ഗ്ലൗസ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുക്കൾ ഏതാണ്? ബാൻഡേജ്, ഗോസ്, ആന്റിസെപ്റ്റിക്, കത്തി, ഗ്ലൗസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ നിയന്ത്രിക്കുന്ന പ്രധാന നിയമം ഏത്? ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ നിയന്ത്രിക്കുന്ന പ്രധാന നിയമം ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. FSSAI എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? FSSAIയുടെ പൂർണ്ണ രൂപം എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പാലിൽ ഉള്ള കൊഴുപ്പ് ശതമാനം എങ്ങനെ നിർണ്ണയിക്കുന്നു? പാലിലുള്ള കൊഴുപ്പ് ശതമാനം എങ്ങനെ നിർണ്ണയിക്കുന്നു? എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഗർബർ മെത്തേഡിലൂടെ നിർണ്ണയിക്കുന്നു അല്ലെ? പാലിലുള്ള കൊഴുപ്പ് ശതമാനം എങ്ങനെ നിർണ്ണയിക്കുന്നു? ഗർബർ മെത്തേഡ്. പാസ്ചറൈസേഷൻ എന്നത് എന്ത്? നിർദ്ദിഷ്ട താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കൽ. നിർദ്ദിഷ്ട താപനിലയിൽ ചൂടാക്കി രോഗാണുക്കൾ നശിപ്പിക്കലാണ് പാസ്ചറൈസേഷൻ. HTST പാസ്ചറൈസേഷൻ താപനിലയും സമയവും 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. HTST പാസ്ചറൈസേഷൻ താപനിലയും സമയവും 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. പാലിൽ അനുവദനീയമായ SNF കുറഞ്ഞത് എത്ര? പാലിൽ അനുവദനീയമായ SNF കുറഞ്ഞത് എത്രയാണ്? 8.5%. സാധാരണയായിട്ട് 8.5% സാധാരണയായി. MBRT ടെസ്റ്റ് എന്ത് പരിശോധിക്കുന്നു? MBRT ടെസ്റ്റ് എന്താണ് പരിശോധിക്കുന്നത്? പാലിലെ ബാക്ടീരിയ ലോഡ്. MBRT ടെസ്റ്റ് എന്താണ് പരിശോധിക്കുന്നത്? പാലിലെ ബാക്ടീരിയ ലോഡ്. അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സാധാരണ ടെസ്റ്റ്. അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സാധാരണ ടെസ്റ്റ് എന്താണ്? ലാക്ടോമീറ്റർ ടെസ്റ്റ്. അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സാധാരണ ടെസ്റ്റ് ആണ് ലാക്ടോമീറ്റർ ടെസ്റ്റ്. റോ മിൽക്ക് സംഭരണ താപനില എത്രയായിരിക്കണം? റോ മിൽക്ക് സംഭരണ താപനില എത്രയായിരിക്കണം? 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. റോ മിൽക്ക് സംഭരണ താപനില എത്രയായിരിക്കണം? 4 ഡിഗ്രി സെൽഷ്യസ് താഴെ. പാൽ പാക്കേജിംഗിൽ നിർബന്ധമായുള്ള വിവരങ്ങൾ ഏതൊക്കെ? പാൽ പാക്കേജിംഗിൽ നിർബന്ധമായുള്ള വിവരങ്ങൾ ഏതൊക്കെയാണ്? FSSAI ലൈസൻസ് നമ്പർ, നിർമ്മാണ തീയതി, കാലാവധി തീയതി. FSSAI ലൈസൻസ് നമ്പർ, നിർമ്മാണ തീയതി, കാലാവധി തീയതി ഈ വിവരങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം.